ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നാളെ രാവിലെ സ്വാമിജിയുടെ നെല്ലിശ്ശേരിയിലേക്കുള്ള വരവ് ഇവിടുന്ന് അർച്ചനെ കെട്ടിക്കാൻ ഉറപ്പുള്ള ഒരു പദ്ധതിയായിട്ടായിരിക്കണം. അതിനുള്ള ദക്ഷിണ സ്വാമിജിയുടെ അക്കൗണ്ടിൽ ഇന്ന് രാത്രി തന്നെ എത്തും. നിങ്ങൾ അവളെ ഭാര്യയാക്കാൻ തീരുമാനിച്ച പിന്നെ നടക്കുന്നത് ചോരക്കളിയായിരിക്കും. അവളെ ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. ഹലോ, എന്താണേ? ഇവിടെ ആകെ പ്രശ്നമാണ് ഏട്ടത്തി. ഏട്ടത്തി എപ്പോഴാ തിരിച്ചു വരുന്നത്? അവിടെ എന്താ അത്രയ്ക്ക് വലിയ പ്രശ്നം? എനിക്ക് നാളെ വരാൻ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാൻ മാത്രം അവിടെ എന്തുണ്ടായേ? നന്ദേട്ടൻ അവന്തികേച്ചയെ അടിച്ചു ശരിയാക്കി. ഇങ്ങതാ ഞാൻ പറയാം. ചേച്ചി, പ്രശ്നം വേറൊന്നുമല്ല. നന്ദേട്ടനും സന്ധ്യ ഡോക്ടറും തമ്മിലുള്ള ബന്ധം തന്നെയാ പ്രശ്നം. അവന്തികേട്ടത്തി ഡോക്ടറുടെ വീട്ടിൽ പോയി അവരെ തല്ലി. പകരം നന്ദേട്ടൻ ഇവിടെ വന്ന് അവന്തികേട്ടത്തി തല്ലി. പിന്നെ അച്ഛനുമായിട്ട് സംസാരമായി. അയ്യോ, ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. ചേച്ചി വന്നാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. എനിക്കിപ്പോ എങ്ങനെ വരാൻ പറ്റുന്നേ? നാളെ രാവിലെ അല്ലേ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ? അതെയോ? അത് കഴിഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഞാൻ പറയാം ഏട്ടത്തി, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏട്ടത്തി പോയ കാര്യം തീർത്തിട്ട് വന്നാ മതി. അവന്റെ അടുത്ത് എന്തിനാ സന്ധ്യ ഡോക്ടർ തല്ലിയത്? സന്ധ്യ ഡോക്ടറും നന്ദേട്ടനും കൂടി എവിടെയോ പോകുന്നത് കണ്ടെന്നോ, അതിനിടയിൽ വഴിയിലിറങ്ങി ഡോക്ടർ ഛർദിക്കുന്നത് ആരോ കണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എന്തായാലും അത് കണ്ടവരാരായാലും 10 ഇരട്ടിയായിട്ട് കാര്യം അവന്തികേച്ചയെ അറിയിച്ചിട്ടുണ്ട്. സന്ധ്യ ഡോക്ടർ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവിടെ പോയി തല്ലിയെന്നാ പറയുന്നത്. ആ സമയത്ത് ഏട്ടത്തെ അവരെ കണ്ടായിരുന്നോ? അവന്തികേച്ചി സംസാരത്തിനിടയിൽ ഏട്ടത്തെയും കുറ്റം പറയുന്നുണ്ടായിരുന്നു. എന്നെ എന്തിനാ കുറ്റം പറയുന്നത്? അതിന് ഞാൻ എന്താ ചെയ്ത? ഞാൻ സച്ചേട്ടനും കൂടി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് അവരെ കണ്ടു. അപ്പോ സന്ധ്യ ഡോക്ടർ വഴിയരികിൽ നിന്ന് ഛർദിക്കായിരുന്നു. ആഹാരം കഴിച്ച എന്തോ വയറ്റിൽ പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞത്. അതിന് അവര് പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അവന്തികേച്ചിയെ വിളിച്ചു പറഞ്ഞവരായിരിക്കും. ഏഷ്യന് കയറ്റിക്കൊടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയല്ലേ. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നാ നാളത്തെ പൂജയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അത് മുടങ്ങും. അതുകൊണ്ട് നാളത്തെ പൂജ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് എത്തിക്കോളാം. അതുവരെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആരും അനാവശ്യമായിട്ടൊരു വാക്ക് പോലും സംസാരിക്കരുത്, കേട്ടോ? ഞങ്ങളാരും ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഏട്ടത്തി തന്നെ വന്ന് സംസാരിച്ചാ മതി. വെക്കട്ടെ ഏട്ടത്തി? ശരി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ എന്നെ വിളിച്ച് അറിയിക്കണേ. ശരി ഏട്ടത്തി. സ്വാമിജി ഒന്ന് വിളിച്ചാലോ? ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ആയുധം സ്വാമിജി തന്നെയാണ്. ഓം നമഃ ശിവായ. എന്താണ് മകളെ, നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. ശരിയാണ് സ്വാമിജി, എനിക്കൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ സ്വാമിജിക്ക് മാത്രമേ കഴിയൂ. നീ സഹായം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം നാം നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ആരാണ് നിന്റെ ശത്രു? എന്റെ ശത്രു സ്വാമിജിക്ക് അറിയാവുന്ന ആള് തന്നെയാ.
അർച്ചന. പക്ഷേ ഇത്തവണ ഫോണിലൂടെയുള്ള ഉപദേശം മാത്രം പോരെ എനിക്ക്. പിന്നെ നിനക്ക് എന്ത് വേണം മകളെ? സ്വാമിജി നേരിട്ട് പ്രത്യക്ഷപ്പെടുക തന്നെ വേണം. അതും നാളെ രാവിലെ തന്നെ. ഇത്ര പെട്ടെന്നോ? ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നല്ലേ സ്വാമിജി എപ്പോഴും പറയാറുള്ളത്. ശരിയാണ്. നാം നാളെ രാവിലെ തന്നെ നിന്നെ കാണാൻ വരുന്നതാണ്. അങ്ങനെ വെറുതെ വന്നാൽ മാത്രം പോരാ. നാളെ രാവിലെ സ്വാമിജിയുടെ നെല്ലിശ്ശേരിയിലേക്കുള്ള വരവ് ഇവിടുന്ന് അർച്ചനെ കെട്ടുകെട്ടിക്കാൻ ഉറപ്പുള്ള ഒരു പദ്ധതിയായിട്ടായിരിക്കണം. അതിനുള്ള ദക്ഷിണ സ്വാമിജിയുടെ അക്കൗണ്ടിൽ ഇന്ന് രാത്രി തന്നെ എത്തും. സന്തോഷം മകളെ, എല്ലാം നാം ഏറ്റു. വിജയീ ഭവ. പുതിയ പദ്ധതിക്കായി നാം അല്പനേരം ധ്യാനിക്കാം. ശരി സ്വാമിജി. സ്വാമിജി അവളെ ഇവിടെ നിന്ന് പറപ്പിക്കും. മന്ത്രവും തന്ത്രവും കുതന്ത്രവും കൊണ്ട് സ്വാമിജി ഒരുക്കുന്ന മായാജാലത്തിൽ അവൾ ഈ നെല്ലിശ്ശേരിയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകും. അവരെ കാണുന്നില്ലല്ലോ. ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്റെ പൊന്നു മാഷെ, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ അടിപ്പിക്കല്ലേ. അവരിപ്പൊ ഇങ്ങെത്തും. നീ എന്തിനാ കൊച്ചിങ്ങനെ കരയുന്നേ? അവനൊന്നും പറ്റിയില്ലല്ലോ മോളെ. അവരവിടെ നിന്ന് ഇറങ്ങിയെന്നല്ലേ സച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. എന്നാലും പോലീസുകാർ അനൂപേട്ടൻ എന്തെങ്കിലും... പോലീസുകാരെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണോ? ദേ, ആവണി മോള് വരാൻ സമയായി. നീ ഇങ്ങനെ വെറുതെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ കൊച്ചേ. നെല്ലിശ്ശേരിയിലെ കാര്യം എന്തായി മോളെ? അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നാളെ പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു പോകണം. അനുപേട്ട, അനുപേട്ട, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാലും ഞാനാകെ പേടിച്ചു പോയി. അനുപേട്ടന് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പോ എന്റെ ജീവൻ അങ്ങ് പോയി. ആ വിളിച്ചു പറഞ്ഞ പയ്യന് അബദ്ധം പറ്റിയതാ. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ഒരു കുഴപ്പമില്ല സർ. കൃത്യസമയത്ത് തന്നെ സച്ചി വക്കീലിനും കൊണ്ട് അവിടെ എത്തി. അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആരെയാ വണ്ടി ഇടിച്ചത്? അത് വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ചോടിക്കണ്ടേ മോനെ? അമ്മേ, അനൂപേട്ടന്റെ ശ്രദ്ധക്കുറവുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. അനൂപേട്ടൻ പതുക്കെ തന്നെ വന്നത്. നല്ല സ്പീഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഇതാകുമായിരുന്നില്ല.